നമസ്തേ. നമ്മളെല്ലാവരും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടാകും, പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളെ അടിപ്പെടുത്തും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ചലഞ്ചസ് വരുവാനും ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരുവാനും ഒക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ, നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി, നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി, അത് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ നിർണ്ണയിക്കുന്നതും ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ അവസ്ഥകളെ നിർണ്ണയിക്കുന്നതും. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മൾ മാത്രമാണ്, യു ആർ ഓൺലി റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. നമ്മൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. മറ്റുള്ളവരുടെ നമ്മളോടുള്ള പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള അവസ്ഥകൾ, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പെരുമാറ്റം, ഇതൊക്കെ കാരണമാകുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റിനെ പോലുള്ള ഗുരുക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ്, ചലഞ്ചസിനെയൊക്കെ എങ്ങനെയാണ് ലളിതമായിട്ടുള്ള രീതിയിൽ മറികടക്കാനായിട്ട് സാധിക്കുക, നമ്മുടെ മനസ്സിൽ തന്നെ ചില രീതിയിലുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ചിന്താരീതികളിൽ മാറ്റം വരുത്തുന്നത് വഴി, ജീവിത വീക്ഷണങ്ങളിൽ മാറ്റം വരുത്തുന്നത് വഴി എങ്ങനെയാണ് ഉയർച്ചയിലേക്ക് പോകാനായിട്ട് സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വളരെ ചുരുക്കി ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ആത്മീയമായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പല സമയത്ത് നെഗറ്റീവായിട്ട് ചിന്തിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിക്കുമോ, ആശങ്ക, ആകുലത, ഭയം, സംശയം, ഇതൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അതിന് വിപരീതമായിട്ട് ഭവിക്കുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തോട്ട്സ് ആർ എനർജി എന്നുള്ളതാണ്. ചിന്തകൾ എന്ന് പറയുന്നത് ഊർജമാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഊർജത്തിനെ എങ്ങനെ വിനിയോഗിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആകർഷണ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്നിരിക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, ഇതാണോ എനിക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇതാണോ എൻ്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആയിട്ട് കാണേണ്ടത് എന്നുള്ളത്. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് തോട്ട്സിനെ അതിശക്തമായിട്ട് ഒരു പ്രിവെൻഷൻ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുകയാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെ ഭരണം നമുക്ക് ഈ ഒരു മുഹൂർത്തത്തിൽ അവസാനിപ്പിക്കാനായിട്ടും സാധിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് ഇത് യഥാർത്ഥത്തിൽ ആവശ്യമാണ് എന്നുള്ള ചിന്ത നമ്മളെ നെഗറ്റീവ് തോട്ടിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നതിലേക്ക് കൊണ്ടുപോവുകയുമാണ്. ഈ ചിന്തകളുടെ ശക്തിയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ച് വിവിധ ആളുകളുമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, ഒരുപാട് പോസിറ്റിവിറ്റികൾ വരുന്ന സമയത്ത്, ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും അവരുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ട് ആഘോഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം, ഇങ്ങനെ മറ്റുള്ളവർ, നമ്മൾ നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതായിട്ടുള്ള അവസ്ഥ ഒരുപാട് പേര് എന്നോട് സംസാരിക്കുന്ന സമയത്ത് പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും മറ്റും പഠിപ്പിക്കലുകൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഒരു അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ കുട്ടിയെ ലാളിക്കരുത് എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ മഹാരഥന്മാരിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു ഉപദേശമാണ്, വിധവയായിട്ടുള്ള സ്ത്രീയുടെ മുന്നിൽ പോയിട്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നുള്ളത്. വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള മഹാരഥന്മാർ ഈ കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എനർജി മറ്റേ വ്യക്തിയുടെ ബ്രെയിനിൽ ഉണ്ടാകുകയാണ്. ദാറ്റ് എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വിഷമമായിരിക്കാം, ചിലപ്പോൾ ഒരു അസൂയായിരിക്കാം, ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കാം, ഒരു ദുഃഖമായിരിക്കാം. നമ്മുടെ സന്തോഷം വേറൊരുത്തിന് ദുഃഖമായിട്ട് മാറുന്ന അവസരങ്ങളുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഡിം ലൈറ്റ് ഇല്ലാതെ പോകുന്ന ആൾക്കാരെയാണ് ഞാൻ 90% കാണുന്നത്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ വെളിച്ചം വേറൊരുത്തിന് ഇരുട്ടായിട്ട് മാറുകയാണ്. ഇത്തരത്തിലുണ്ടാകുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് മനസ്സിലാക്കുക.
അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളും മറ്റും പങ്കുവെക്കുന്ന സമയത്ത്, അച്ചീവ്മെന്റ്സ് പങ്കുവെക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അല്ല നമ്മുടെ നേട്ടങ്ങളും വിജയങ്ങളും വിളിച്ചു പറയേണ്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. എലോൺ മസ്കിന്റെ നേട്ടങ്ങളും വിജയങ്ങളും വിളിച്ചു പറയുന്നത് ഒരിക്കലും എലോൺ മസ്ക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് അയാൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തികൾ, അയാളുടെ പ്രൊഡക്ട്സ് ജനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, അയാളുടെ സേവനങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എലോൺ മസ്കും ബിൽ ഗേറ്റ്സും അംബാനിമാരും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുകയാണ്. സെൽഫ് പ്രൊമോഷൻ ഒരു പരിധിവരെ ആവശ്യമാണ്. അത് ബിസിനസ് വ്യൂ പോയിന്റിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ ചിന്തകളുടെ സ്വാധീനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ചുറ്റിനും കാണുന്ന യാഥാർത്ഥ്യത്തിലെ ചില എക്സാമ്പിൾസ് കാണിച്ചു തന്നു എന്നുള്ളത് മാത്രം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരീക്ഷിക്കുന്ന സമയത്ത് ഇതിനേക്കാളും ഏറെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന അവസ്ഥയും തന്നെയാണ് ബോധമണ്ഡലത്തിന്റെ വികാസത്തിലേക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥകളെ, സാഹചര്യങ്ങളെ, വസ്തുക്കളെ, ചിന്തകളെ, തീരുമാനങ്ങളെ പിന്തുടരാതെ ഇരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റു വ്യക്തികളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മിൽ തന്നെ രൂപപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകളായിരിക്കാം, നമ്മുടെ ചുറ്റിനുള്ള സാഹചര്യങ്ങളുടെ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം. ഇവ നമ്മുടെ മനസമാധാനത്തിനെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുടരാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻറ്റ്യൂഷനുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ മാത്രം മുന്നോട്ട് പോവുക. നമ്മുടെ എസൻസുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ മാത്രം മുന്നോട്ട് പോവുക. ചില സമയത്ത് നമ്മുടെ ഹാർട്ടും ബ്രെയിനും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനലി ഹാർട്ട് മാത്രമാണ് ജയിക്കുക. ബ്രെയിൻ ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളുടെ എസൻസ് എന്താണ്, നമ്മുടെ ആത്മാവിന്റെ കർമ്മം എന്താണ്, നമ്മുടെ ആത്മാവിന് ഡിസേർവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് ഉയർന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം, നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അലട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് അലട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. എങ്ങനെ നമ്മളോട് സംസാരിക്കുക? നമ്മളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുക. നമ്മളെ വളരെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ വിജയം മാത്രം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കിലേക്ക്, നെഗറ്റിവിറ്റിയിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെയും ചലഞ്ചുകളെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനെ ഒന്ന് പോസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ പറയേണ്ട സമയത്ത്, അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് റെസ്പോൺസ് ടൈം ഡിലേ ചെയ്യുന്ന സമയത്ത് ഇമ്പൾസിവിറ്റിയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിനും മനസ്സിനും സമയം കൊടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നതായിട്ടുള്ള മെസ്സേജുകൾ ലിസൺ ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള സമയം നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ചലഞ്ചുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ജീവിതം ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറുന്ന സമയത്ത് തിരിച്ചടികൾ വളരെ അധികമായിട്ട് വരുവാനുള്ള സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ തിരിച്ചടികൾ പൈശാചികമാണ് എന്നാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ എനിക്ക് നിങ്ങളോട് ഡെലിവറി ചെയ്യാനായിട്ടുള്ളത്. ഇത് പ്രപഞ്ചം തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് ചലഞ്ചസ് വെക്കുകയാണ്. നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടി, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ ഒന്നും കൂടി ശക്തമായിട്ട് വാർത്തെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആത്മാവിന് കൂടുതൽ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചിലപ്പോൾ നിങ്ങളുടെ മിത്രങ്ങളിലൂടെയും ശത്രുക്കളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടാകുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ലിസൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരോടുള്ള മത്സരത്തിനപ്പുറത്തേക്ക് നമ്മുടെ തന്നെ ഇന്നലകളിൽ നിന്നുള്ള എക്സ്ട്രാ മൈലുകളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എക്സ്ട്രാ മൈലുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സാധാരണ ആളുകളുടെ അച്ചീവ്മെന്റ്സിന് അപ്പുറത്തേക്കുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും. അവരോട് മത്സരിക്കാതെ തന്നെ ഇന്നലകളിലെ നിങ്ങളോട് മത്സരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത്, എക്സ്ട്രാ മൈൽസ് സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്, എക്സ്ട്രാ മൈൽ സഞ്ചരിച്ച് നിങ്ങൾ എത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ക്രൗഡഡ് പ്ലേസ്. വളരെ കുറഞ്ഞ വിജയികളുടെയും മഹാരഥന്മാരുടെയും മാത്രം ഒരു സ്പേസ് ആണ് അത് എന്നുള്ളത്. അത്തരത്തിൽ ജീവിതത്തിൽ ശൂന്യതയിലേക്കും വിജയത്തിലേക്കും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സക്സസിലേക്കും പോകാനായിട്ട് സാധിക്കട്ടെ. ശൂന്യവൽക്കരണത്തിലൂടെ വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.